ഇപ്പൊ നിലവിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഇപ്പോൾ സ്റ്റുഡന്റ് ആയിട്ട് വന്ന് PSW പീരീഡിൽ പലരും ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ വിസ കിട്ടാൻ ഏറ്റവും ഒരു എളുപ്പമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹെൽത്ത് കെയർ സെക്ടർ തന്നെയാണ്. കെയർ ഹോമുകൾ ഒരുപാടുണ്ടല്ലോ UK-ലും. അപ്പൊ കെയർ ഹോമുകളിലൊക്കെ മുൻപ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്പെൻഡൻസിനും കൂടി നമുക്ക് കൊണ്ടുവരായിരുന്നു. ഇപ്പൊ കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ പലരും എന്ത് ചെയ്യുന്നു, PSW പീരീഡിലുള്ള പല ആൾക്കാരും എളുപ്പത്തിൽ പെട്ടെന്ന് വിസ കിട്ടാനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ കെയർ ഹോമുകളെ സമീപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UK-ലെ പല കെയർ ഹോമുകളിലും ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇതേപോലെ നൈജീരിയൻ വിദ്യാർത്ഥികളും ഒക്കെയാണ് അധികമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പൊ ഇനി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഈ കാര്യത്തിൽ നിയമങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ചിലപ്പോൾ കെയർ ഹോമുകളിൽ വിസ കൊടുക്കുന്നതിലും ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കെയർ ഹോമുകളിൽ ഒരുപാട് കെയർ ഹോമുകൾ UK-ൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലൊരു ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ UK-യിൽ കെയർ ഹോമുകളുടെ പ്രവർത്തനം തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട്.